ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ടു ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഒരു സാധനത്തിൻ്റെ വിലയിലെ മാറ്റം മൂലം ആ സാധനത്തിൻ്റെ ചോദനത്തിൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റത്തെയാണ് ചോദനത്തിൻ്റെ വില ഇലാസ്തികത എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ ചേഞ്ച് എങ്ങനെയാണ് അതിൻ്റെ ഡിമാൻഡിൽ പ്രകടമാവുക അല്ലെങ്കിൽ കാണിക്കുക, അതിനെയാണ് എന്തു പറയുക, ചോദനത്തിൻ്റെ വില ഇലാസ്തികത എന്ന് പറയുന്നത്. ഒരു സാധനത്തിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം ആ ചോദനത്തിൻ്റെ അളവിൽ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ഡിമാൻഡിൻ്റെ അളവിൽ എന്ത് വരുത്തും, മാറ്റം വരുത്തും. ഇതിനെയാണ് എന്തു പറയുക, പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡിനെ 5ആയി തരംതിരിക്കാം. ഒന്നാമതായിട്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. രണ്ടാമതായിട്ട് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. തേർഡ് വൺ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ആൻഡ് ദ ഫോർത്ത് വൺ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ആൻഡ് ഫിഫ്ത്ത് വൺ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇങ്ങനെ 5ആയിട്ട് എന്ത് ചെയ്യാം, ഇലാസിറ്റി ഓഫ് ഡിമാൻഡിനെ തരംതിരിക്കാം. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ സ്റ്റഡി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് നോക്കാം. The demand for a commodity is called perfectly inelastic when the quantity demanded does not change in it all prices and respond change in പ്രൈസസ്. അതായത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് വിലയിൽ എത്ര മാറ്റം ഉണ്ടായാലും ചോദനത്തിൻ്റെ അളവിൽ യാതൊരു മാറ്റവും ഉണ്ടാകാത്ത അവസ്ഥയെ എന്തു പറയാം, പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം അഥവാ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിനെ മലയാളത്തിൽ എന്താ പറയുക, പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം എന്നാണ്. അപ്പോൾ എന്താ പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രൈസിൽ യാതൊരു ചേഞ്ച് തന്നെ ഇതായാലും, പ്രൈസിൽ എത്ര തന്നെ ചേഞ്ച് വന്നാലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഡസ് നോട്ട് ചേഞ്ച് ആണ്. അതായത് ഒരു ചേഞ്ചും ഉണ്ടാവാൻ നിൽക്കുക, വില എത്ര തന്നെ കൂടുകയോ കുറയുകയോ ചെയ്താലും ഡിമാൻഡിൽ എന്തുണ്ടാവില്ല, യാതൊരു മാറ്റവും ഉണ്ടാവില്ലെങ്കിൽ അത്തരം ഒരു ഡിമാൻഡിന് എന്തു പറയാം, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫും ടേബിളുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു വസ്തുവാണെന്ന് എക്സാമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഓറഞ്ചിന് വില 10 രൂപയുള്ളപ്പോൾ ക്വാണ്ടിറ്റി വാങ്ങിച്ചിരുന്നത് 2 കിലോനാണ് അതിൻ്റെ ഡിമാൻഡ്. ദെൻ വില 15 ആയപ്പോഴും 2 kg ആണ് വാങ്ങിച്ചത്, 20 ആയപ്പോഴും 2 kg ആണ്. അപ്പോൾ അതാണ് ഇവിടെ ഡയഗ്രത്തിലേക്ക് ഈ തന്നിരിക്കുന്ന ടേബിളിനെയാണ് നമ്മളിവിടെ ഡയഗ്രാം ആക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് എന്തായി, കൂടിയും കൊണ്ടിരുന്നു. 10 എന്നുള്ളത് 15ആയി, 20ആയി. പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ യാതൊരു ചേഞ്ചും ഉണ്ടായില്ല. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. പ്രൈസും ഡിമാൻഡുമാണ് ഈ ഗ്രാഫിൽ ഷോ ചെയ്തിരിക്കുന്നത്. പ്രൈസ് എക്സ് ആക്സിസിലും ക്വാണ്ടിറ്റിയാണ് എക്സ് ആക്സിസിൽ, പ്രൈസ് വൈ ആക്സിസിലാണ് ഷോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന, അതായത് ഇങ്ങനെ വെർട്ടിക്കലി നിൽക്കുന്ന കർവാണ് ഇതെന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡിൽ യാതൊരു ചേഞ്ചും ഇല്ല. പ്രൈസ് 5, 10, 15, 20 പറഞ്ഞിട്ട് പ്രൈസ് ഇങ്ങനെ കൂടുന്നുണ്ട് കുറയുന്നുണ്ട്. പക്ഷേ ഡിമാൻഡിൽ യാതൊരു ചേഞ്ചും ഇല്ല. ഡിമാൻഡ് അവിടെ കോൺസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്നു. ഇതിനെന്ത് പറയാം, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ദെൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്താണ്, രണ്ടാമത്തെ ടൈപ്പാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ പൂർണ്ണ ഇലാസ്തിക ചോദനം എന്നതിനെ പറയാം. പൂർണ്ണ ഇലാസ്തിക ചോദനം എന്താണെന്ന് നോക്കാം. ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ഈസ് കാൾഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് വെൻ ഇറ്റ്സ് ഡിമാൻഡ് എക്സ്പാൻഡ് വെൻ ലിറ്റിൽ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. അതായത് എന്താ പറയുന്നത്, വിലയിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം, ലിറ്റിൽ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്, വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് എക്സ്പാൻഡ് ചെയ്യുന്ന മാറ്റമാണ് അല്ലെങ്കിൽ അനന്തമായ മാറ്റമാണെങ്കിൽ അതിനെന്ത് പറയാം, പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് പറയാം. അതുകൊണ്ട് അതിൻ്റെ ഇലാസ്തികത എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണെന്ന് പറയാം. ഈ സിമ്പൽ സൂചിപ്പിക്കുന്നത് ഇൻഫിനിറ്റി എന്നാണ്, അനന്തമാണെന്നാണ്. അതായത് വിലയിൽ ഒരു വെരി ലിറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ചെറിയ മാറ്റം ഉണ്ടായാൽ മതി, ഡിമാൻഡിൽ അത് അനന്തമായ മാറ്റം, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത മാറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെന്ത് പറയാം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ടേബിളും ഗ്രാഫുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. പ്രൈസ് 20 ആയിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഏതോ ഒരു കമോഡിറ്റിയാണ്. നമ്മളിവിടെ എക്സാമ്പിൾ ഏത് വേണമെങ്കിൽ നമുക്ക് മനസ്സിൽ വിചാരിക്കാം. അപ്പോൾ 20 ആണ് അതിൻ്റെ പ്രൈസ്. പക്ഷേ 20 പ്രൈസുള്ളപ്പോൾ വാങ്ങിച്ചിരുന്ന എത്ര, ക്വാണ്ടിറ്റി ഡിമാൻഡ് 2 യൂണിറ്റാണ്. ദെൻ പ്രൈസിൽ യാതൊരു ചേഞ്ചും ഇല്ല, പക്ഷേ ക്വാണ്ടിറ്റിയിൽ എന്ത് വരുന്നു, ചേഞ്ച് ഉണ്ടാവുകയാണ് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, വിലയിലൊരു ചെറിയ മാറ്റം ഉണ്ടായാൽ പോലും ക്വാണ്ടിറ്റിയിൽ അനന്തമായ മാറ്റം ഉണ്ടാവുകയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് എന്ത് കണ്ടോ, പ്രൈസ് ഇവിടെ 20 ആണ്. പക്ഷേ അളവിൽ നോക്കൂ, 2 ആവുന്നു, 4 ആവുന്നു, 6 ആവുന്നു. ഇങ്ങനെ അളവ് എന്താണ്, അനന്തമായിട്ടുള്ള മാറ്റമാണ് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെന്ത് നമുക്ക് പറയാം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ പൂർണ്ണ ഇലാസ്തിക ചോദനം എന്നതിന് പറയാം.
ദ നെക്സ്റ്റ് ടൈപ്പാണ് മൂന്നാമത്തെ ടൈപ്പാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് അഥവാ ഇലാസ്തികമല്ലാത്ത ചോദനം. അതിന് മലയാളത്തിൽ എന്താ പറയുക? ഇലാസ്തികമല്ലാത്ത ചോദനം. വെൻ ദ പേഴ്സൻറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ലെസ് ദാൻ പേഴ്സൻറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് വിലയിലുണ്ടാകുന്ന ശതമാനം മാറ്റത്തിനേക്കാൾ കുറഞ്ഞ അളവിലാണ് ഡിമാൻഡിൽ മാറ്റമുണ്ടാവുന്നെങ്കിൽ അതിനെന്തു പറയാം? ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയാം. അതായത് വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കുറഞ്ഞ അളവിലാണ് ഇതിൽ മാറ്റം ഉണ്ടാവുക, ഡിമാൻഡിൽ ഉണ്ടാവുക. അത് ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. പ്രൈസ് എന്ന് പറഞ്ഞാൽ 10, 20 പറഞ്ഞിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്ത് കാണാം. അപ്പോൾ 10 എന്നുള്ള പ്രൈസ് 20 ആയി. അപ്പോൾ ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം നോക്കൂ, ഇവിടെ കാണിക്കുന്ന മാറ്റം വളരെ ചെറുതാണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ്, ഈ ഗ്യാപ്പ്, 2 ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇവിടെയുള്ള ഗ്യാപ്പ് എന്താ? കുറച്ച് വലിയതാണ് അല്ലേ? പ്രൈസിൻ്റെ അവിടെയുള്ള ഗ്യാപ്പ് വലുതാണ്, എന്നാൽ ക്വാണ്ടിറ്റിയുടെ അവിടെയുള്ള ഗ്യാപ്പ് എന്താ? വളരെ ചെറുതാണ്. അപ്പോൾ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ ചെറിയ അളവിലാണ് ഇതിൽ മാറ്റം ഉണ്ടാകുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകുന്നതെങ്കിൽ അതിനെന്തു പറയാം? ഇലാസ്തികമല്ലാത്ത ചോദനം അഥവാ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഇലാസ്തികത എന്ന് പറഞ്ഞാൽ ED ലെസ് ദാൻ 1 ആണെന്ന് പറയാം. ഒന്നിനേക്കാൾ ചെറുതാണെന്നതിനെ പറയാം. ദ നെക്സ്റ്റ് ടൈപ്പാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് മീൻസ് എന്താ? വെൻ ദ പേഴ്സൺ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് കമോഡിറ്റി ഈക്വൽ പേഴ്സൺ ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് ചോദനത്തിൻ്റെ അളവിൽ എത്ര മാറ്റമാണ് ഉണ്ടാവുന്നത്, അതിനോട് ഈക്വൽ ആയിട്ടാണ് പ്രൈസിലും മാറ്റം ഉണ്ടാവുക. പ്രൈസും ഡിമാൻഡും മാറുന്ന എന്താണ്? ഒരേപോലെയാണെങ്കിൽ അതിനെന്തു പറയാം? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഏകാത്മക ഇലാസ്തിക ചോദനം. അതിന് മലയാളത്തിൽ പറയുക ഏകാത്മ ഇലാസ്തിക ചോദനം എന്നാണ്. അതിൻ്റെ ഇലാസ്തികത രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലാസ്തികത =1 ആണെന്ന് പറയാം. അത് ഈക്വൽ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. അതിൽ നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും. ഇവിടെ 20 എന്നുള്ള പ്രൈസ് 30 ആയി അല്ലേ? 20 എന്നുള്ള പ്രൈസ് 30 ആയി. അപ്പോൾ ക്വാണ്ടിറ്റി നോക്കൂ, 40 എന്നുള്ളത് 20 ആയി. അപ്പോൾ 40 നിന്ന് 20 ആയപ്പോൾ ഇവിടെയുള്ള ഡിസ്റ്റൻസും ഇവിടെയുള്ള ഡിസ്റ്റൻസും എന്താ? ഈക്വലാണ് അല്ലേ? പ്രൈസ് കൂടിയ സമയത്ത് 20 എന്നുള്ളത് 30 ആയപ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞത് അതേ അളവിലാണ്, അല്ലെങ്കിൽ അതേ റേഷ്യോയിലാണെന്ന് പറയാം അല്ലേ? പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് എപ്പോഴും കുറയുകയാണ്. വില കൂടിക്കഴിഞ്ഞാൽ വാങ്ങുന്നതിൻ്റെ അളവ് കുറയുക ചെയ്യുക അല്ലേ? അപ്പോൾ ഇവിടെ അതന്നെ സംഭവിച്ചത്. 20 എന്നുള്ള പ്രൈസ് 30 ആയപ്പോൾ എന്താ? 20 എന്നുള്ളത് 30 ആയപ്പോൾ വാങ്ങിക്കുന്ന അളവ് 40 എന്നുള്ളത് 20 ആയി. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും റേഷ്യോ, കുറഞ്ഞത് റേഷ്യോ അല്ലേ? അതായത് പ്രൈസ് കൂടിയ റേഷ്യോ ആണെങ്കിലും ഡിമാൻഡിൽ വന്ന മാറ്റത്തിൻ്റെ റേഷ്യോ ആണെങ്കിലും ഈക്വലാണ്. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലാസ്തികത എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ഈക്വൽ ആണെന്ന് പറയാം. ദെൻ 5ാമത്തെ ടൈപ്പാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ഇലാസ്തിക ചോദനം. എന്താ അതിനെ പറയുക? ഇലാസ്തിക ചോദനം. അതെന്താണ്? വെൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് കമോഡിറ്റി ഈസ് മോർ ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് ചോദനത്തിലുള്ള ശതമാന മാറ്റം പറഞ്ഞാൽ വിലയിലുള്ള ശതമാന മാറ്റത്തിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ വലിയ മാറ്റമാണ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ വില എന്നുള്ളത് 100 എന്നുള്ളത് 150 ആയി, 100 എന്നുള്ളത് 150 ആയിട്ട് വില വർദ്ധിച്ചു, പ്രൈസ് അവിടെ കൂടി. അപ്പോൾ ഡിമാൻഡ് വന്നിട്ട് നോക്കൂ, പ്രൈസ്